ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ തിങ്കളാഴ്ച ഒരു ഞായറാഴ്ചത്തെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനും പ്ലേ സ്കൂളിൽ പോകാനും ഒക്കെയുള്ള സ്കൂളല്ല ഒക്കെ പ്ലേ സ്കൂൾ തന്നെ പോകാനുള്ള ഒരുക്കത്തിലായി. പതിവ് പോലെ നല്ല ചൂട്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും വെളിപ്പറമ്പായതുകൊണ്ട് കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കുട്ടി ഭയങ്കര എന്താ പറയുക, പറമ്പുള്ളത് കൊണ്ടല്ല ചൂടെല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. ചൂടെല്ലായിടത്തും ഉണ്ടെന്നുള്ളത് മോളെ എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു കെട്ടിടം വരികയാണെങ്കിൽ ഒരു ചെറിയൊരു മറയുണ്ടാവുന്നതാണ്. ഞങ്ങളുടെ അങ്ങേ സൈഡിൽ മൊത്തം പച്ച ഷീറ്റ് ഇട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ ഇത്തിരി ചൂട് കുറവുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എടുത്തിട്ട് വെറുതെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ വേണ്ടാത്തത് പറയാനായിട്ട് നിൽക്കരുതെന്ന് ഒരു ചെറിയൊരു അപേക്ഷയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ കുട്ടികൾ, ഓരോ കുട്ടികളും അതെ, നമ്മൾ നെഗറ്റീവായിട്ട് തോന്നുന്നത്, അതായത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ നമ്മളുടെ തെറ്റാവും. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഓരോ ശീലങ്ങളാണ്, നമ്മൾ ഓരോ വീടുകളിലും നമ്മൾ അനുഷ്ഠിച്ച് വരുന്ന ഓരോ ശീലങ്ങളാണ്. അപ്പോൾ ചില കുട്ടികൾ പറയും എന്താ പറയുക, അങ്ങനെ ചെയ്ത് ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്ത് അങ്ങനെ വരും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ നമ്മുടെ കാരണന്മാരായിട്ട് ശീലിച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവും. പക്ഷേ അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്ന സംഭവം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഞങ്ങൾ സജീവ ഇതേ സമയം 9 ആവാൻ പോകണം. അപ്പോൾ 9:30 കൂടിയിട്ടാണ് തോമും ഞാൻ പറഞ്ഞില്ല 9:30ക്കാണ് നമ്മളുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ നമ്മുടെ പാച്ചൂട്ടിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനും തോമും ഇല്ലാത്ത നേരം നോക്കി ഡോണങ്കിളിനോടും ഡിവൈനോടും കൊഞ്ചലാണ് കേട്ടോ അവൻ്റെ മെയിൻ പണി. അപ്പോൾ രാവിലെ എണീറ്റ് അവനെ പുറപ്പെടുവിക്കാനുള്ള സമയമൊക്കെ ആയി. മൂപ്പര് കുളി കഴിഞ്ഞ് അപ്പാപ്പൻ്റെ കൂടെയാണ് പോവുക. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പന് ഡിവൈനൊരു കൊച്ചു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെയാണ് പോയത്. ഡോണ് ഇത്തിരി തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഡാഡിയുടെ കൂടെയാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് രാവിലെ തന്നെ അത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ തലേ ദിവസം പ്ലാൻ ചെയ്ത് എണീക്കുമ്പോൾ അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ തോമുട്ടൻ തോമുട്ടൻ ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ. പാച്ചു വണ്ടി ഓടിച്ചു തുടങ്ങി. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിലും ചൂടൊന്നും അറിയില്ല. പക്ഷേ ചാക്കോച്ചൻ കരയും, നിർത്താണ്ട് കരയും കേട്ടോ. അപ്പോൾ അവന് മാത്രമാണ് എനിക്ക് തോന്നുന്നു ചൂട്. കുട്ടികളാകുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ സംഭവം കുറേയൊക്കെ ഡ്രസ്സ് ഇടാണ്ട് നോക്കുമെങ്കിലും ചില സമയത്ത് നമ്മൾ വിചാരിക്കും ടാൻ വരണ്ടെന്ന് വിചാരിച്ച് ഡ്രസ്സ് ഇരിക്കുകയും ചെയ്യും. പിന്നെ രാത്രിയിലും അതേ കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഇഡ്ഡലി നല്ല കുശ്ബു ഇഡ്ഡലി. അപ്പോൾ ആരോ ഒരു കുട്ടി ചോദിച്ചു എന്താ ഡിവൈന് മാത്രമേ അരയ്ക്കാറുള്ളൂ, ഡിവൈൻ മാത്രമേ ദോശമാവ് അരയ്ക്കുള്ളൂ എന്ന്. ഈ വീട്ടിൽ എങ്ങനെയാണ് ഡിവൈൻ മാത്രമാണ് ദോശമാവ് അരയ്ക്കുക. ഡിവൈൻ വരുന്നതിന് മുമ്പ് ഡാഡിയാണ് ചെയ്യുക. കാരണം ഞാൻ മിക്സി അടിക്കുക, അയൺ ബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യുക, പണ്ട് തൊട്ട് ഉള്ളത്. അപ്പോൾ പിന്നെ ഒരാളുള്ളപ്പോൾ ചെയ്യാമല്ലോ, അല്ലാത്തപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ശീലമാണ്. അപ്പോൾ അതിൽ ഇവിടെ ഡാഡിയുടെ ദോശമാവ് ഒന്നുകിൽ ഡാഡി അല്ലെങ്കിൽ ഡിവൈൻ, ഇവർ 2 പേരിൽ ഒരാളാണ് അടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷം. പാച്ചു പോയി തുടങ്ങി. അങ്ങനെ ചാക്കോച്ചൻ പതിവുപടി എൻ്റെ അടുത്ത് വന്ന് ഇരിക്കലായി. അപ്പോൾ നമ്മളുടെ രാവിലത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഞാൻ വേഗം ചെയ്തു വെച്ചു. കാരണം പാച്ചുവിനെ കൊണ്ടുവന്നാക്കി വന്നിട്ട് വേണം ഇവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, പർച്ചേസിങ്ങിന് പോകാനെന്നുള്ളത്. അപ്പോൾ ആ ഫോണോട് കൂടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലിരിക്കുകയാണ്. ഞാൻ പറയാറില്ലേ അവന് ക്യാമറ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നോക്കി പ്രതികരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ചാക്കോച്ചനെ കൊണ്ടാണ് പറയിച്ചത്. അപ്പോൾ അതാ അതിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാൻ പറയണതൊക്കെ ഇങ്ങനെ എന്താ പറയുക പറയുന്ന സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ, അവൻ എക്സ്പ്രസ് ചെയ്യണതാണ്. അപ്പോൾ ഫുൾ ടൈം ഈ ചിരിയും കളിയും ബഹളമൊക്കെയാണ്. ഞങ്ങൾ എപ്പോഴും പറയും തോമുട്ടനും പാച്ചൂട്ടനും കിട്ടാത്ത സ്നേഹമാണ് ചാക്കോച്ചന് കിട്ടുന്നത്. കാരണം അവർക്ക് 2 പേർക്കും തോമുട്ടനുള്ള സമയത്ത് പാച്ചൂട്ടൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും, പാച്ചൂട്ടനാച്ച ഈ സമയത്തൊക്കെ NICയിലും എന്താ പറയുക അങ്ങനെയുള്ള ആശുപത്രികളിൽ കയറി ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്നേഹം അവരുടെയും കൂടി കിട്ടുന്നത് നമ്മുടെ ചാക്കോച്ചനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ആകെ വലിച്ചു വാരിയിട്ടത് തന്നെ കുട്ടികൾ 3 പേരും അവരുടെ രാവിലെ അറിയാമല്ലോ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
കുട്ടികൾ തന്നെയാണ് അതൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇഡലിയും ചമ്മന്തിയും 2 തരം ചമ്മന്തിയായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പകർത്തി വെച്ചു. ഞാൻ വേഗം പാത്രം കഴുകാനായിട്ട് നിന്നു കേട്ടോ. പാത്രം കഴുകൽ കഴിഞ്ഞ് ഇന്ന് ചോറും കറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിക്ക് നമുക്ക് നോക്കുക വേണ്ട. മിക്കവാറും തിങ്കളാഴ്ച ദിവസം അങ്ങനെയാണ്, എല്ലാതും ഉണ്ട്. അപ്പം മണി 10:15. അപ്പം ഞാൻ വേഗം എൻ്റേതായ പണികൾക്ക് വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ എൻ്റെ പണിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പണി. അപ്പോൾ ഇത് 2/8 വളകളാണ്. അപ്പോൾ ഒരു കുട്ടി കരിമണി വള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കണതിൻ്റെ ഒപ്പം വേഗം അതിൻ്റെ ഫോട്ടോസ് എടുത്തതാണ്. കാരണം കുറേ പേര് ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കുട്ടികൾ കാരണം എടുത്തു കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതുകൊണ്ടുള്ള ഗുണവും എനിക്കുണ്ട് കേട്ടോ. കുട്ടികൾ വീഡിയോസ് കാണുമ്പോൾ ഇതിൻ്റെ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് വേറെ ഒരെണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ പീസ് വന്നിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ പീസ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഓഫർ പോലെ നമ്മൾ കൊടുക്കുക ചെയ്യുക. കാരണം ഇതിൻ്റെ വേറൊരു പീസോ അല്ലെങ്കിൽ വേറൊരു സൈസോ ചോദിച്ചാൽ നമ്മളുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ 2/8 കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വളകളൊക്കെ 2/8. അതായത് സാധാരണ വിട്ട് ഒരു ചെറിയ കുറച്ച് ഡിവൈൻ്റെ സൈസാണ് ഈ 2/8. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇത് കയറുപിരിയാണ്. ഇതൊന്നും അങ്ങനെ വരണതല്ല കേട്ടോ, ചിലത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കയറുപിരി 4 ടൈപ്പിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേതിൽ ഒരു തരം പ്ലെയിനാണ്, ഇത് മാറ്റ് ഫിനിഷിൻ്റെ ഇതാണ്. ഈ ഒരെണ്ണം തന്നെ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇത് വളരെ നേരിയ ഭയങ്കര ഭംഗിയുള്ള കയറുപിരിയാണ്. അതായത് സാധാരണ കറക്റ്റ് പഴയ അമ്മമാർ ഗോൾഡ് ഇടുന്ന കയറുപിരിയിൽ ആ വളയാണ് കേട്ടോ. ഇതൊക്കെ കുറച്ചും കൂടി വീതിയുള്ള, നമ്മളിപ്പോൾ 3/4 പവൻ്റെയൊക്കെ സ്വർണ്ണ വള ഉണ്ടാവില്ല, ഇതൊക്കെ ഒരു 1-1.5 പവനൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള കട്ടിയുള്ള വളയാണ്. ഇത് നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ ഇത് കാണുന്നത്. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് 2 ലെയറാണ്. 2 ലെയർ വന്നിട്ട് ഈ 2 കല്ലാണ് വരണത്. ഇത് തന്നെ സിംഗിൾ ലെയർ ഉണ്ട്. ഇത് സിംഗിൾ ലെയറാണ്, കണ്ടോ. സിംഗിൾ ലെയറിൽ ഓരോ കല്ലായിട്ടുള്ള വന്നേക്കുന്നത്. ഇത് തന്നെ 3 ലെയറിലും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതും അതെ. ഇതിപ്പോൾ സിംഗിൾ ലെയർ എന്നാണ് ഞാൻ പറയുക. ഇനിയിപ്പോൾ ഈ 2 വള കൂടിയ വീതിയിലുള്ള വളകളും ഈ പാറ്റേണിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും അങ്ങനെ തന്നെ. ഇതിപ്പോൾ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു വീതിയിലും കൂടി ഉള്ളത് നമ്മളുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കറക്റ്റ് ഗോൾഡിൻ്റെ പണികളാണ് കേട്ടോ. ഇത് കല്ലുള്ളതാണ്, ഇത് നന്നാല് കല്ലാണ് ഇതിൻ്റെ ഇടയിൽ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് സ്വർണ്ണത്തിൻ്റെ അതേ പണിയാണ്. ഇത് വൈറ്റ് സ്റ്റോൺസിൻ്റെ വളകളാണ്. ഇതൊക്കെ 2/8 കേട്ടോ ഞാൻ പറയുന്ന സൈസ്. ഇതൊക്കെ 2/8 സൈസാണ്. ഇതിപ്പോൾ വളകൾ. ഇത് ആനത്തല. ഇത് എല്ലാ സൈസും ഉണ്ട്. 2, 2, 4, 6, 8, 10 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് ഫുൾ പോയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ്ങിൽ വന്ന കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത്. നിങ്ങളിൽ കുറേ പേരൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ടാകും. പക്ഷേ കുഞ്ഞൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതും ഇതുമായിട്ട് ഇത് ഇത്തിരി കനം കൂടിയ ഐറ്റാണ്. മറ്റേത് ഒരിത്തിരി വെയ്റ്റ്ലെസ് ആയിരുന്നു. ഇത് നല്ല വെയിറ്റുള്ള ഒരു എന്താ പറയുക, ഒരു 3-3.5 പവൻ തോന്നിക്കുന്ന ആ കനമുള്ള സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട വളയുടെ തന്നെ റൂബിയും എമറാൾഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്, റൂബിയും ജെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്, പച്ചയും റൂബിയും വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 കയറുപിരിയുടെ വള ഒന്നിച്ച് ഒരു തടവള, അങ്ങനെയാണ് ഇത് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ 3 വളയാന്ന് തോന്നും. അതല്ല, ഇങ്ങനെ ഇതിപ്പോൾ 2 വളയാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കാണിച്ചത്. ഇതിപ്പോൾ പ്ലെയിൻ വള, ഒഴുക്കൻ വള, നമ്മളെ ഗോൾഡിൻ്റെ സെയിം ഡിസൈനുള്ള ഒഴുക്കൻ വള. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ. ഇത് ഇനാമലിൻ്റെ ഒരു വളയാണ്. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ പല പാറ്റേൺ വള വരുന്നുണ്ട്. ഇത് നമ്മുടെ പൈപ്പിൻ്റെ വളകളാണ് കേട്ടോ. ഈ തീരെ കനലില്ലാണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ 1/2 പവൻ്റെ വളയൊക്കെ ഉണ്ടാവില്ലേ, 3/4 പവൻ 1/2 പവനൊക്കെ ഇങ്ങനെ പൊള്ളപ്പണി എന്ന് പറയില്ലേ, അങ്ങനത്തെയാണ്. ഇതും അതെ. ഇതൊക്കെ സിംഗിൾ പീസിൽ, അതായത് ഈ 2 തന്നെയുള്ളൂ ഇതിൻ്റെ സൈസിൽ, വേറെ ഒന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഈ 3 തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരണതാണ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. ഇത് നല്ല കനമുള്ള വളയാണ് കേട്ടോ. ഒരു 3.5-4 പവൻ തോന്നിക്കുന്ന ഭയങ്കര കനമുള്ള വളയാണ്, നല്ല വളയാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കണ്ട കുരുമുളകും ബോളും കോർത്തതാണെന്ന് തോന്നും, പക്ഷെ കോർത്തതല്ല. അത് അങ്ങനെ അതാണ് അതിൻ്റെ പണി കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈനും ഡാഡിയും ഓൾറെഡി പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഡിംപിള് ഇന്ന് വിചാരിച്ചു ഒന്ന് ഒതുക്കുക. അപ്പോൾ ഒരു ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ നോക്കിയത്. ഇത് എന്താ വെച്ചിട്ട് ഡിവൈൻ ഓടി വന്ന് നോക്കുക.
അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടി ഇപ്പോൾ താഴത്ത് കുറേ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ, ഞാനും ഡിവൈനും ഡിംപിളും ഉള്ള സമയത്ത്. അങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഒച്ച കേട്ടിട്ട് ഓടി വന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ പറമ്പിൽ മണ്ണിറക്കണ ഒരൊച്ചയായിരുന്നു കേട്ടത് കേട്ടോ. പക്ഷേ ഞങ്ങൾ എന്തുട്ടാണാവോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴേ, അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടയിലത്തെ എന്താ പറയുക ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളൂ എന്ന്. അതോടുകൂടി ഡിവൈൻ്റെ ഡ്രസ്സ് മാറി. അപ്പോൾ നമ്മുടെ രാവിലത്തെ പോസ്റ്റിങ്ങിന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് ഡിവൈനും കൂടിയിട്ട് പോയി ഡാഡീൻ്റെ കൂടെ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഡിംപിൾ വിചാരിച്ച് നമ്മുടെ ഫുൾ ഡിംപിളുടെ വക ഒന്ന് ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് മാറ്റുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ മാറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഡിവൈൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ എടുത്ത് പുറത്തിട്ടിട്ട് കംപ്ലീറ്റ് തുടച്ചു. എന്താ പറയുക, എല്ലാ ഭാഗവും മുക്കും മൂലയും. അപ്പോൾ പറഞ്ഞേക്കായിരുന്നു ഇനി ഓരോ ദിവസം മമ്മി ഓരോ മുക്കും മൂലയും ക്ലീനിങ്ങിന് അവർ വരണതിന് മുമ്പായിട്ട് നമ്മളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വെച്ചാൽ ഇവരെന്താ ഗുണം എന്ന് വെച്ചാൽ അവർ വന്ന് തുടക്കിനോട് കൂടിയിട്ട് ആ സാധനങ്ങളും തുടച്ച് അതാത് സ്ഥാനങ്ങളിൽ വെക്കും. അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വേണം അവരോട് വരാൻ പറയാനായിട്ട്. അപ്പോഴത്തേക്കും ചെടിച്ചട്ടികളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വെക്കണം. അങ്ങനെ കണ്ടമാനം പണികൾക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ചെയ്യണം. എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ കസേരകളൊക്കെ ഒന്ന് തുടച്ച് പുറത്തേക്ക് എടുത്തിട്ടു. നല്ല വെയിലാണല്ലോ, അപ്പോൾ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കഴിഞ്ഞാൽ അകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കുഷ്യനുകളും ഒക്കെ ഇപ്പോൾ ഈ വയർപ്പായ കാരണം എല്ലാവരും ഇരുന്നെണീക്കുമ്പോൾ എല്ലാവരും എന്താ പറയുക ഭയങ്കരമായിട്ട് വയർക്കും. അപ്പോൾ ഇപ്പോൾ വെയിൽ ഉള്ളപ്പോൾ സമയത്ത് നമുക്കിതൊക്കെ ചെയ്യാം. ഇനി മഴ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതിനേക്കാളും ദേഷ്യം തോന്നി. ഇതിപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മഴയാകുമ്പോൾ പിന്നെ അതില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഫുൾ തുടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വരണ നിലയ്ക്ക് ഇനിയിപ്പോൾ തുടയ്ക്കണമെന്ന് അത് സാരമില്ല. അവൾ അങ്ങനെയാണ് തുടക്കം ഇങ്ങനെ ഒരു തുണി എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ അവസാനം വരെ എത്തിക്കാറ് പതിവ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തു. അപ്പോഴേക്ക് നമ്മുടെ ചാക്കോച്ചി കിടന്ന് ഉറങ്ങി സുഖമായിട്ട്. അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ഡിംപിൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചാക്കോച്ചൻ എൻ്റെ അടുത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഡിയും ഡിവൈനും പോയില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മുക്കും മൂലയും കഴിഞ്ഞ് അവർ തുടക്കണതിനനുസരിച്ച് ഞാൻ ഓരോ മുറി അങ്ങോട്ട് ചാടി കിടന്ന അവസാനം അടുക്കളയിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ സമയം 1 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേഗം മറ്റേ ചോറും കറികളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ചൂടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഡിവൈൻ ആൻറ്റിയും ഡാഡിയും കൂടിയിട്ട് അപ്പാപ്പനും കൂടിയിട്ടാണ് പാച്ചുവിനെ കൊണ്ടുവരാൻ പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇന്നലെ ചോദിച്ചു, പാച്ചു പുറത്ത് ഇടുന്ന ഷൂ ഇട്ടിട്ടല്ലേ അകത്ത് കയറണത്, അത് വൃത്തിക്ക് കേടല്ലേ, കുട്ടികൾക്ക് കേടല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുട്ടികളുടെ ഷൂ പുറത്തേക്ക് ഇടാനാണെങ്കിൽ പുറത്ത് മൊത്തം ഒരു ചെരുപ്പ് കട പോലെയാവും. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് തൊട്ട് എല്ലാവർക്കും ചെരുപ്പുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവരാ പോയി ഇട്ട് നേരെ വന്ന് അത് ഏതാണോ സ്ഥലം അവിടെ കൊണ്ട് ഊരി വയ്ക്കുക, അത് അകത്താണെന്ന് മാത്രം. അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് ആരും എന്താ പറയുക വീണ്ടും അത് പറയാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ ഇതെന്തിട്ടാന്ന് വെച്ചാൽ നമ്മളുടെ പയർ മുളപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഈ പയർ മുളപ്പിച്ചതെന്ന്. ഇവരെ സ്കൂളിലത്തെ പ്ലേ സ്കൂളിലെ ആക്ടിവിറ്റീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഡിവൈൻ ആൻറ്റി ഇന്നത് ജ്യൂസും കിറ്റ്കാറ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇട്ട ഡ്രസ്സ് എന്താ പറയുക വാഷ് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തേക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ട പയർ. അപ്പോൾ അവരുടെ ആക്ടിവിറ്റി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഇതായിരുന്നു. കുറച്ച് മണ്ണിടുക, അത് കഴിഞ്ഞ് കുറച്ച് മറ്റേ ചെറുപയറിടുക, അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാവരുടെയും പേര് എഴുതിയിട്ട് ഒരേ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് അത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് മുളച്ചു. അപ്പോൾ മുളച്ചത് പാച്ചു എന്ന് പേര് എഴുതിയിട്ട് അതിങ്ങോട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും അതൊരു എന്താ പറയുക, ഇങ്ങനെ ചെടി നടുമ്പോൾ അവർ നട്ട ചെടി വലുതായി വരുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. സംഭവം എനിക്ക് തോന്നുന്നു പാച്ചുവിനത് അറിയാറായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും അവൻ്റെ പേരിൽ പാച്ചു ഇങ്ങനെ ഇട്ടതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും സന്തോഷമായി. കുറച്ച് കഴിയുമ്പോൾ ഈ ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ അവന് ശരിക്കും നന്നായി മനസ്സിലാവും. അങ്ങനെ ഡിംപിൾ ക്ഷീണിച്ച് അവശയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ഞാൻ പറഞ്ഞത് ഒറ്റ സ്ട്രെച്ചിന് അങ്ങനെ തുടയ്ക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വേണ്ട കുഴപ്പമില്ല അവർ വരുമ്പോഴേക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അങ്ങനെ തോമൂനെ ഇന്ന് ഡോൺ വേഗം കൊണ്ടുവന്നു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും 2:15 ആയപ്പോൾ തോമൂനെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക് പോകേണ്ട പെട്ടെന്നൊരു ആവശ്യം വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നുള്ളത് ഡിവൈനോ ഡിംപിളോ ആരെങ്കിലുമൊക്കെ പറയും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ചിലപ്പോൾ.
അപ്പോൾ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് അങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പോൾ വേഗം ഡോണിനോട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എറണാകുളത്തേക്ക് പോകാൻ പുറപ്പെട്ടു. കാരണം ചാക്കോച്ചൻ ഒറ്റയ്ക്ക് എൻ്റെ കയ്യിൽ വന്നാലും എനിക്ക് എത്രത്തോളം അത് കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതേ റോസ്റ്റി വെച്ചതാണ്, ഡോണിനും ഡിവൈനുള്ളതാണ്. ഞാനും ഡാഡിയും കുടിച്ചു. അങ്ങനെ 2:45 3 മണിയോട് കൂടിയിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ വെയിലത്തിട്ടതൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ എന്താ പറയുക, ചവിട്ടികളൊക്കെ അവിടെ തന്നെ ഇട്ടു. മഴ പെയ്യുകയാണെങ്കിൽ നനഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ 3:45 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി കുട്ടികളൊരു നല്ല എന്താ പറയുക, നല്ല ഒരു മൂഡിലാണ് ഇറങ്ങിയത്. ഒരു ട്രിപ്പ് പോകുന്ന മൂഡിലാണ് ഞങ്ങളെല്ലാവരും പോയത് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് അവിടെ എത്തുവോളം തോമൂൻ്റെയും പാച്ചുവിൻ്റെയും ഒക്കെ കളിയും ബഹളവും തിരക്കൊക്കെ ആയിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ചാക്കോച്ചൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ചാക്കോച്ചൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് എന്താ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ തോമൂന് കൂളിംഗ് ഇത് കണ്ടപ്പോൾ പാച്ചുവിന് വേണം. അങ്ങനെ ഞങ്ങളിത് എറണാകുളം മരടിലെത്തി. മരട് പോലീസ് സ്റ്റേഷനാണിത് കേട്ടോ. അപ്പോൾ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, വിശദമായിട്ട് ഡിവൈനോ ഡിംപിളോ ആരെങ്കിലും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. അതാണ്, വേറെ ഒന്നുമല്ല, ഒരു വിശ്വാസവഞ്ചനയുടെ കഥ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അത് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഭംഗി പോലെ പറയും. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിവൈനും ഡിംപിളും തന്നെ പറയും. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ലതാനിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത് ലതയുടെ വീട്ടിലേക്കാണ്. കാരണം അവിടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ കയറിയ പിന്നെ ലതയുടെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും കൂടി അവിടെയും കൂടി കയറിയിട്ടാണ് അപ്പം തന്നെ ഞങ്ങൾ മടങ്ങി. കാരണം സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പറവൂർക്കവല എത്തിയപ്പോൾ അതേ ഫുൾ ഹോം മെയ്ഡ് സ്വീറ്റ്സാണ്. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല. മറ്റേത് നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പറവൂർക്കവലയിൽ. കാരണം ഞങ്ങൾ സ്ഥിരം ഈ ഒരൊറ്റ കട ഏത് കാലം തൊട്ടാണ് പണ്ട് ഷൂട്ടിന് പോണ കാലം തൊട്ട് നമ്മൾ ഇവിടെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കയറും, അങ്ങോട്ട് പോകുമ്പോൾ നിറച്ച് സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് പോകും, അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യും. തിരിച്ച് വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഡോണിനുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഷോപ്പ് ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ടോ. പലതരം അലുവകൾ, കുറേ വറവുകൾ, പിന്നെ എന്താ പറയുക, ചിപ്സൊക്കെ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് പറയാം. എല്ലാ പാറ്റേൺ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ കളിയടക്ക, പണ്ടത്തെ കുറേ സംഭവങ്ങൾ അതുണ്ട്. പിന്നെ ഇതൊരു സെക്ഷൻ മുഴുവൻ നമ്മുടെ സ്പൈസസിൻ്റെയാണ് കേട്ടോ, ഫോറിനേഴ്സിനുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എപ്പോഴും പിന്നെ വെളിച്ചെണ്ണ കുപ്പികളിലാക്കിയിട്ട്, അപ്പോൾ ഞങ്ങളിവിടെ സ്ഥിരം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വന്ന് നിൽക്കും. അവിടെ നിന്ന് കുറേ പേര് ഇറങ്ങി വന്ന് സംഭവം വാങ്ങിക്കും. പിന്നെ നമ്മുടെ എയർപോർട്ട് അവിടെ അടുത്താണല്ലോ. അപ്പോൾ അവിടെ നിന്ന് അവർ പോണ വഴിക്ക് അവരുടെ വാൻ വന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. അതൊക്കെയാണ് ഞങ്ങൾ കാണാറ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്ര തിരക്കില്ലാണ്ട് കണ്ടത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി. കാരണം ഡിംപിളിന് നാളെ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദിവസം പാച്ചുവിന് എന്ത് ഡേ ആണ്, ഡെസേർട്ട് ഡേയോ അങ്ങനെ എന്തോ ഒരു ദിവസമാണ്. അപ്പോൾ ഡെസേർട്ടുകൾ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന്, പായസമോ എന്തൊക്കെയോ ഉണ്ടാക്കി, ഏതെങ്കിലും ഒരു കൂട്ടം. അപ്പോൾ ഞങ്ങൾ ഡിംപിൾ എന്തോ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ വരുന്നോട് കൂടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് ഒന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോംസൺ ഗസയിൽ നിന്ന് ഡിവൈൻ ഫുഡ് ഓർഡർ ചെയ്തു. ഇപ്പോൾ ഫ്രൈഡ് റൈസും വറുത്തരച്ച ബീഫ് കറിയായിരുന്നു. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് എൻ്റെ മക്കളുടെ ചന്തുവിൻ്റെയും ചെന്തുവിൻ്റെയും ചോട്ടുവിൻ്റെയും കിയാടിയും, അപ്പോൾ ചന്തു ഇപ്പോൾ ഇല്ല കേട്ടോ. എനിക്ക് വരുമ്പോൾ 4 പേര് ഒരുമിച്ചേ വരുള്ളൂ. അവർക്കുള്ള കാര്യങ്ങളൊക്കെ പാലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പാലും പെഡിഗ്രിയും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. വന്ന വഴിക്ക് ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും കൊടുത്തു. അപ്പോൾ അങ്ങനെ അതെ രാത്രിയിലത്തെ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാൻ വന്ന വഴിക്ക് എല്ലാവരും കുളിക്കാൻ ഓടി, എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നുള്ളൂ. കാരണം അത്രയും ചൂടായിരുന്നു. പ്രത്യേകിച്ച് AC-യുടെ ഉള്ളിൽ നിന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇത് നാളേക്കുള്ള അതേ റോസ്റ്റഡ് സേമിയയും പിന്നെ എന്തുട്ടാ കൊക്കോ പൗഡർ, പിന്നെ എന്തുട്ടാ പാല്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പാല് ഇന്ന് രാവിലെയും കഴിഞ്ഞേക്കായിരുന്നു. പിന്നെ എന്താ പറയുക, ഉച്ചതിരിഞ്ഞ് നമ്മളില്ലാഞ്ഞ കാരണം പ്രശ്നം ഉണ്ടായില്ല. ഇതിപ്പോൾ നമ്മൾ പറവൂർക്കവലയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡോണിൻ്റെ ഒരു വീക്ക്നെസ്സാണത്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഈറ്റബിൾസ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ബിസ്ക്കറ്റും ഇതും ഒക്കെ മാറി പിന്നെ ഒരു ഐറ്റം ഉണ്ടാക്കിയതും, അങ്ങനെ 3 ഐറ്റം ആയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകുന്നത്. അത് 3 ബോക്സിലാക്കിയിട്ട്, അതായത് ഒരു പ്രാവശ്യം ഒരു സംഭവം എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെയാണ് ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ അപ്പോൾ പാച്ചുവിനും കൊണ്ടുപോകണം, തോമുവിനും കൊണ്ടുപോകണമല്ലോ. പിന്നെ ഇവിടുത്തെ കുട്ടികളുണ്ട്, ഡാഡിയും മോനും, അവർക്കും ഈ വറവുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിവൈനും ഡിമ്പിളും അങ്ങനെ കുറേ അങ്ങോട്ട് വലിച്ചു വരി തിന്നണത് ഞാൻ കണ്ടിട്ടില്ല. ഡിമ്പിളിൽ ഒട്ടും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ 3 ഫ്ലേവറിൽ തന്നെ കായ വറുത്തതുണ്ടായിരുന്നു. അവിടെ പല ഫ്ലേവറിലുണ്ട്, ടൊമാറ്റോ ഫ്ലേവർ, ലേസിൻ്റെ ടേസ്റ്റിലാണ് അവരുടെ കുറേ സാധനങ്ങൾ, പല ഫ്ലേവർ ലേസ് ഉണ്ടല്ലോ, ആ ഫ്ലേവറിലാണ് കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ടേ വൈകിട്ടതാട്ടോ, സോറി. അപ്പോൾ അങ്ങനെ മിക്സ്ചർ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ചീരയുടെ ഇതാണെന്നാണ് പറഞ്ഞത്, നമ്മുടെ മുറുക്ക്, അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു മുത്തിക്കുടിയ മാങ്ങ ഇന്നലെ നമ്മുടെ ഡിവൈൻ കൊണ്ടുവന്ന് നിലത്തി. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് കഴിച്ചു. അങ്ങനെ മണി 12:10. അപ്പോൾ കുട്ടികളെല്ലാവരും കിടന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എല്ലാവരും വേഗം പോയി കിടന്നു. ഡിമ്പിളിനാച്ച നാളെ രാവിലെ എണീറ്റിട്ട് കുട്ടിക്കുള്ള ഇത് ഉണ്ടാക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നാളെ ഈറ്റബിൾസ് ഒന്നും കൊടുത്തേക്കിട്ട് അവർക്ക് റെസ്റ്റോറൻറ്റ് എന്നാണ് തോന്നുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ അത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ വെള്ളം വെക്കാൻ മറന്നില്ല, എന്നാൽ പിന്നെ കൈയോടെ അതും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി വെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് എന്താ പറയുക, വളരെ ഭംഗിയായിട്ടെന്ന് പറയാൻ പറ്റില്ല. തിക്കും തിരക്കും ഏകാദശി വിളക്കെന്ന് പറയില്ലേ നമ്മൾ, ഭയങ്കര ചൂടും യാത്രയും, വല്ലാത്ത 3 കുട്ടികളെയും കൊണ്ടുള്ള യാത്ര ഭയങ്കര എന്താ പറയുക, ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ മണി 12:10. ഇനി ഞാൻ ഇന്ന് വിചാരിച്ചു ഇനി വേറെ ഒന്നും ചെയ്യണ്ടേ, പലഹാരമൊക്കെ നാളെ പൊട്ടിച്ചിടാം. ഇനിയിപ്പോൾ നേരെ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കുക കിടക്കുക, കാരണം അത്രയും ക്ഷീണമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടി ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ, തുടച്ച് മിനിക്ക് ഭംഗിയിലിട്ടുണ്ട് കേട്ടോ. ഓച്ചു അത് വൃത്തിയിൽ അതിട്ട കാരണം അതവിടെ കിടന്നു. നടയൊക്കെ ഇന്ന് കാലത്ത് സുഖമായിട്ട് അത് തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ ഒരു ദിവസം. അപ്പം നമ്മൾ തുടക്കം വെച്ച കാര്യം ഭംഗിയായി നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.